ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് മുത്തുണികളെ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ നമ്മളിത് സുഖമായിട്ട് റാഹത്തായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ, ലൈക്ക് ചെയ്യണ, കമൻറ്റ് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇന്നലൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ട് നമ്മളെ വീഡിയോൻ്റെ കമൻറ്റ് വായിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ടാണ്. നമ്മളെ രമ്യ ചേച്ചി ആയാലും സൗമ്യ ചേച്ചി ആയാലും ഒരുപാട് ചേച്ചിമാരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് താത്തമാരുണ്ട്, നമ്മളെ അനിയത്തി കുട്ടികളുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എല്ലാവരും നമ്മളെ മനസ്സിലുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ കമൻറ്റ് വായിക്കുമ്പോൾ കേട്ടോ. അപ്പം നമ്മൾ പുഴയിൽ കുറച്ച് ദിവസം മുന്നേ പോയ വീഡിയോസ് കേട്ടോ, ഫസ്റ്റ് ടൈമിൽ നിങ്ങൾ കണ്ടത്. അപ്പോൾ എല്ലാവരും ഈ പൂക്കൾ പോലെ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. എന്നും ആ ഒരു സ്നേഹവും സന്തോഷവും എൻ്റെ മനസ്സിലുണ്ടാവും. നമുക്ക് അത്രയേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നവരെ ആരായാലും നമ്മൾ തിരിച്ചങ്ങോട്ട് നാലിരട്ടിയായിട്ട് നമ്മൾ സ്നേഹിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, 2-3 മാസം മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ടേ ചിലർ നമ്മളെ ഫാമിലിപ്പെട്ടവർ നമുക്ക് എന്തൊക്കെയോ നമ്മളോട് പറയാതെ പലരും പല തരത്തിൽ പറഞ്ഞിട്ട് നടന്നപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ ഓരോ കമൻറ്റ് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതാണ്. നമുക്കിന്ന് കൈപ്പങ്ങ ഇല്ലേ, കൈപ്പങ്ങ പാവയ്ക്ക എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഇതിനെ കൊണ്ട് നമുക്ക് നന്നായിട്ടൊരു തോരൻ വെക്കാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഉപ്പേരി എന്നാട്ടോ പറയുക. അപ്പോൾ ഇതാ നമുക്കൊന്ന് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് കൈപ്പങ്ങ റെഡിയായിട്ട് കുളിപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇന്ന് എന്താ ചെയ്യേണ്ട, ചെറുതായിട്ട് മുറിച്ചെടുക്കേ. അപ്പോൾ പറയുന്നവരെ ആരായാലും അങ്ങനെ പറഞ്ഞു പോകട്ടെ കേട്ടോ. നമ്മൾ എന്തായാലും വീഡിയോ ഇടുന്നുണ്ട്, ഇഷ്ടമുള്ളവർ കാണുക, ഇഷ്ടമില്ലാത്തവർ കാണാതിരിക്കുക കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളാണ്. അപ്പോൾ തന്നെ ഞാനിത് ചെറുതായിട്ട് നമ്മളെ കൈപ്പങ്ങ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ച കൈപ്പക്ക കേട്ടോ. പച്ച കൈപ്പക്ക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നല്ല കയ്പ്പുണ്ടാവുന്ന കൈപ്പക്കയാണ്. വെള്ള കൈപ്പക്ക ആണെങ്കിൽ ഇത്ര കയ്പ്പുണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കയ്പ്പില്ലാതെ കൈപ്പക്ക ഒരു തോരൻ വെക്കാലോ എന്ന് കരുതിയിട്ട് നമ്മളിതാ നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് അടുപ്പത്തിടാൻ നോക്കിയ ടൈമിൽ തന്നെ കറണ്ട് പോയിട്ടോ. അപ്പം ഞാൻ ആ വീഡിയോസ് ഒന്നും നിർത്തിയില്ല. അപ്പം നമ്മൾ സവാളയും ചെറിയ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടുണ്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ വിട്ടാൽ ചിലപ്പോൾ നിങ്ങൾ പറയും വിളിച്ചില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ. അപ്പോൾ കറണ്ട് പോണതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നവരല്ലേ, അപ്പോൾ അവർക്കൊക്കെ മനസ്സിലാകുന്നുണ്ടാവും. പിന്നെ നമ്മളെ വീട്ടിൽ ഞാനായിട്ട് ഒറ്റയ്ക്കുള്ള ഒരാളൊന്നല്ല, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് വീഡിയോ എടുക്കുക ഇടുക എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരുടെ ഇടയിലും ഉള്ളതാണ്. നമ്മളെ ഫാമിലി മൊത്തം ഉള്ളതാണ് കേട്ടോ. ഒരുപാട് പേരുള്ളതാണ്. അതിൻ്റെ ഇടയിൽ നിന്നാണ് ഈ കട്ട ഓരോരോ കണ്ടിട്ടും കാണാതൊക്കെ ആയിട്ട് ഓരോ വീഡിയോസൊക്കെ എടുത്തിടുന്നത്. അപ്പോൾ അത് നമ്മളെ കൈപ്പങ്ങ ഇല്ലേ, മുറിച്ചെടുത്ത കൈപ്പക്ക ഈ വേവിച്ച് വന്ന സവാളയും പച്ചമുളകും തക്കാളിയൊക്കെ ഇല്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ നന്നായിട്ട് കയ്പ്പുണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അധികം കയ്പ്പില്ലാതെ നമുക്ക് ഈ കയ്പ്പങ്ങ ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കയ്പ്പക്ക ഉപ്പേരി ഉണ്ടാക്കി അടുക്കളയിൽ പുറത്ത് ചാടിയപ്പോണ്ടേ ഇതാ നമ്മളെ പേരക്ക മരത്തിന്മേൽ ഒരു 3-4 കാക്കമാർ ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. കാക്കമാർ ചോദിച്ചാൽ കാക്കകൾ കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ കാക്കമാർ എന്നൊക്കെ പറയും കാക്കാരെ കേട്ടോ. അപ്പോൾ നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ അതിന് ഒരു അണ്ണരക്കണ്ണ ഉണ്ടായിരുന്നു. അവന് അതിന് 2-3 പേരൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ഒക്കെ കൊത്തി എടുത്തിട്ട് അവൻ സ്വന്തമാക്കിയിട്ടുണ്ട്. അവനെ സ്വന്തമാക്കട്ടെ എന്ന് കരുതി. അപ്പോൾ അതിന് അപ്പം നമുക്കിത് സവാളയും ചെറിയ ഉള്ളിയും പിന്നെ പച്ചമുളകും കടുകും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, വയറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ നമ്മളെ കയ്പ്പൊക്കെ മുറിച്ചെടുത്തിട്ടില്ലേ അതുകൊണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇന്ന് നന്നായിട്ട് നല്ല മഴയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ മഴ ആയ കാരണം ഇടയ്ക്ക് കറണ്ട് പോവില്ല അങ്ങനത്തെ രീതിയിലൊക്കെയാണ്. അപ്പോൾ ഞാനിതാ അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മീൻ കറിയിലാണെങ്കിലും ഇറച്ചിക്കറിയിലാണെങ്കിലും സാമ്പാറിലാണെങ്കിലും രസത്തിലാണെങ്കിലും എല്ലാത്തിലും എൻ്റെ ഭാഗമായിട്ട് ഞാൻ കഞ്ഞിവെള്ളം കൂട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ചിലവരൊക്കെ പറഞ്ഞ് കഞ്ഞിവെള്ളം കൂട്ടാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് കമൻറ്റ് ഇട്ടിരുന്ന് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. കഞ്ഞിവെള്ളത്തിൻ്റെ തെളിവ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ കട്ടിയില്ലാത്ത കറിയെന്നൊക്കെ കാണുമ്പോൾ കുറച്ച് കഞ്ഞിവെള്ളത്തിൻ്റെ കട്ടിയിലുള്ളതും ഒഴിച്ച് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പുളിക്കാത്ത ഒഴിച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പുളിച്ച് നാറിയിട്ടിരിക്കില്ല. അപ്പോൾ അതാ നമ്മളെ പാവക്കല്ലേ കൈപ്പക്ക. അപ്പോൾ അതിന് ഞാനിതാ ഇതിലേക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒറ്റ കയ്യിൽ ഫോൺ പിടിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോസ് എടുക്കണം കാരണം കേട്ടോ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നത്. അപ്പം നമുക്ക് കാലം കൊണ്ട് 2 ദിവസമായിട്ട് വയ്യായിരുന്നു. ഇപ്പോൾ ഒന്ന് അൽഹംദുലില്ലാ ഗുളിക കുടിച്ചപ്പോൾ കുറവുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഗുളിക കുടിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഗുളിക കുടിച്ച് ഭയങ്കര അലർജിയാണ്. അപ്പോൾ ഞാൻ കഴിയുന്നതും പാരസിറ്റാമോളിൻ്റെ ഒരു പൊട്ട് ഗുളിക അത്രയും വേദനിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കഴിക്കാറുള്ളൂ കേട്ടോ. പക്ഷേ ഗുളിക കുടിച്ചപ്പോൾ നമുക്ക് വായിലൊക്കെ എന്തൊക്കെയോ പൊന്തിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ ചെയ്യുക, നമുക്ക് അസുഖം മാറണം, നീറ്റ് നടക്കണ്ടല്ലേ. നമ്മളൊക്കെ പാപ്പരായിട്ട്
കിടന്നുണ്ടെങ്കിൽ ആരുമില്ല കേട്ടോ താങ്ങി പിടിച്ചിട്ട് കൊണ്ടുപോകാനൊന്നും. അപ്പോൾ പടച്ചോനെ നമുക്കൊരു വലിയ വലിയ അസുഖങ്ങളൊന്നും തരാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രം കേട്ടോ നമുക്കൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനിതാ അതിലേക്കില്ലേ കുറച്ച് സുറുക്ക് ഒഴിച്ച് കൊടുക്കും കേട്ടോ. പിന്നെ 2-3 വേപ്പിൻ്റെ ഇല പൊട്ടിച്ചിട്ട് കൊടുക്കുക. വേപ്പിൻ്റെ ഇലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനൊരു തണ്ട് വേപ്പിൻ്റെ ഇല പൊട്ടിച്ചു. അതിൻ്റെ ഉമ്മച്ചിൻ്റെ അടുത്ത് ജഗപ്പൊക്കെ ആയിരുന്നു മക്കളെ ഒന്നും പറയണ്ട. അപ്പോൾ അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് നമ്മളുടെ ചിക്കൻ മസാല ഇല്ലേ അതും ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഉപ്പേരിക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തോനെ ഒഴിച്ച് കൊടുക്കാനും മറക്കല്ല കേട്ടോ. അങ്ങനെ ഉപ്പേരി വെന്ത് വരുന്നുണ്ട്. നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ വറ്റി വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റില്ലേ ആ ഒരു സുർക്കട പുളിവെള്ളത്തിൻ്റെ ആ ടേസ്റ്റും ഒക്കെ പാടാകുമ്പോൾ കയ്പ്പ് ടേസ്റ്റ് അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ കയ്പ്പങ്ങ ഉണ്ടാക്കിയിട്ട് തോരനോ അല്ലെങ്കിൽ ഉപ്പേരി എന്തുണ്ടാക്കിയാലും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമുക്കിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് മീൻ കറിയാണ് കേട്ടോ. നമുക്കിന്ന് അയിലക്കുട്ടികളായിരുന്നു മീൻ കറി. അപ്പോൾ മീൻ കറി ചെറുതായിട്ടൊരു മുളകും വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലേ. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ട് വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചുമ്മാ തോന്നി നിങ്ങളെ വെറുതെ വീർപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. മീൻ വറുക്കാൻ മറിച്ചിടാനൊക്കെ പറ്റാത്തൊരവസ്ഥയെന്ന് കേട്ടോ. ഭയങ്കര അലർജി തുമ്മലായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായ ഈനാമ്പഴമാണ് കേട്ടോ അത്. അപ്പോൾ 3-4 ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് തിന്നാൻ കിട്ടിയില്ല. ആരൊക്കെ പൊട്ടിച്ച് തിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും തിന്നട്ടല്ലേ. അപ്പോൾ ഞങ്ങൾ ഇതിനെ കണ്ടിരിക്കണോ നമ്മളുടെ നാട്ടിലൊക്കെ കാണുന്ന നവഞ്ഞാണ് കേട്ടോ അത്. അവരവർ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. കുറച്ച് മുന്നേ നമ്മളെ കർമ്മ റോട്ടിൽ പോയിട്ടേ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് വരുന്ന വഴിക്ക് ഉള്ള വീഡിയോസാണ് കേട്ടോ മക്കൾസിൻ്റെ കൂടെ. ഞങ്ങളെ അല്ലറ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. ഒരുപാട് കഥകളുണ്ട് പറയാൻ. നിങ്ങൾ കേൾക്കാൻ റെഡിയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഓരോ വീഡിയോസും ഇനി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ പറ്റിയിട്ട് എന്താണ് തോന്നുന്നതെല്ലാം നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കമൻ്റ് ഇടുക. കമൻറ്റ് കൂടെ തന്നെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും എന്തായാലും കമൻറ്റ് ഇടാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ